Dear students, now we wish to discuss docks. Docks, a place for the loading or unloading of materials, such as wharf or platform. അതിപ്പോൾ passengers are cargo. അപ്പോൾ എ പ്ലേസ് ഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് ദി മെറ്റീരിയൽസ്. ഡ്രൈ ഡോക്സ്, എ ഡ്രൈ ഡോക്ക് ഈസ് എ നാരോ ബേസിൻ. ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാരോ ബേസിനാണ് or vessel that can be flooded to allow a load to be floated in the drain to allow that load to come to rest on dry platform. Dry dock are used for the construction, maintenance and repair of ships, boats or other watercrafts. Okay. Dry docks is a narrow basin ആണ് or vessel that can be flooded. അതിലേക്ക് വെള്ളം നിറക്കാൻ പറ്റും. to allow load to be floated. കപ്പൽ അതിലേക്ക് കടത്താനും വണ്ടിയിലേക്ക് വെള്ളം നിറക്കാൻ പറ്റും. ഇത് ഡ്രൈ, അത് ഒഴിവാക്കാനും വെള്ളം ഒഴിവാക്കാനും പറ്റും. to allow that load to come to rest on dry platform. അങ്ങനെ ആയി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കപ്പലിൻ്റെ റിപ്പയറിംഗ് ഒക്കെ നടത്താൻ കാണിച്ചു തരാം. ഫിഗർ കാണിച്ചു തരാം. ഡ്രൈ ഡോക്ക് ആർ യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ, മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഷിപ്സ്, ബോട്ട്സ് ആൻഡ് അതർ വാട്ടർക്രാഫ്റ്റ്. അതിൻ്റെ റിപ്പയറും മെയിൻ്റെനൻസ് ഒക്കെ നടത്താനും അതിൻ്റെ ബിൽഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത് പ്ലേസ് ഫോർ ദി ലോഡിങ് അൺലോഡിങ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡ്രൈ ഡോക്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഡോക്സ് ഉണ്ട്, വെറ്റ് ഡോക്സ് ഉണ്ട്. ഡ്രൈ ഡോക്ക് ഈസ് എ നാരോ ബേസിൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോട്ടിന് ഇതിനൊക്കെ റിപ്പയർ ഉണ്ടോ, ഇതിനകത്തേക്ക് കപ്പൽ കയറ്റി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം നിറച്ച് കപ്പൽ കയറ്റുക, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് അവിടെ ഇതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. ഇനി വരുന്നത് ഫ്ലോട്ടിംഗ് ഡോക്സ് ആണ്. Floating pier or floating jetty is a platform or ramp supported by pontoons. Pontoons ആരോ ഒരു സെമിനാർ എടുത്തായിരുന്നു pontoons. അപ്പോൾ അതിനകത്ത് ഉള്ളതാണ് pontoons സപ്പോർട്ട് ചെയ്തിട്ടുള്ള കണ്ടോ, ഇവിടെ പിടിച്ച് കെട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് സംഭവമാണ് ഫ്ലോട്ടിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും കണ്ടോ. Floating dock, floating pier or floating jetty is a platform or ramp supported by pontoons. It is usually joined to shore with a gangway. അത് ഷോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദ പെയർ ഈസ് യൂഷ്വലി ഹെൽഡ് ഇൻ പ്ലേസ് ബൈ വെർട്ടിക്കൽ പോൾസ്. വെർട്ടിക്കൽ പോൾസ് കൊണ്ടാണ് ഇത് പിടിച്ച് കെട്ടിയിട്ടുള്ളത്. റെഫേർഡ് ടു ആസ് എ പൈലിങ്സ് വിച്ച് ആർ എംബഡഡ് ഇൻ ദി സീ ഫ്ലോർ ഓർ ബൈ ആങ്കേർഡ് കേബിൾസ്. ആങ്കറിങ് കേബിൾ യൂസ് ചെയ്തിട്ടാണ് കെട്ടിക്കുന്നത്. പൈൽ യൂസ് ചെയ്താണ് കെട്ടിക്കുള്ളത്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, വാക്ക് വേ ഉണ്ടാവും അങ്ങനെയുള്ളത്. ഫ്ലോട്ടിംഗ് ഡോക്ക് ഓർ ഫ്ലോട്ടിംഗ് ജെട്ടി ഈസ് എ പ്ലാറ്റ്ഫോം ഓർ റാം സപ്പോർട്ടഡ് ബൈ പാനൽ. അതിലൂടെ നമ്മുടെ പാസഞ്ചേഴ്സിന് നടക്കാം. ഇറ്റ് ഈസ് എ യൂഷ്വലി ജോയിൻഡ് ടു ഷോർ വിത്ത് എ ഗാങ് വേ. അങ്ങനെയാണ് ഷോറുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. ഇതിങ്ങനെ ഷോറിലേക്കുണ്ട്. ഇങ്ങനെ പൈലൊക്കെ യൂസ് ചെയ്ത് കെട്ടിയിട്ടാണ്. ഫ്ലോട്ടിംഗ് ആണെങ്കിലും പിടിച്ച് ഈ ഒഴുകി നടക്കുന്നത്. അതിന് വേണ്ടി ഈ പൈല് ഇത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ടച്ചുള്ള പൈലാണ്. ഇതിനെ പിടിച്ച് കെട്ടിക്കല്ലേ. ഇനി അടുത്ത് വരുന്നത് വെറ്റ് ഡോക്സ് ആണ്. വെറ്റ് ഡോക്സ് എന്ന് പറഞ്ഞാൽ ഡോക്സ് ആർ റിക്വയർഡ് ഫോർ berthing of ships. Berthing of ships or vessels to facilitate the loading and the unloading of passengers and cargo are called wet docks. Docks are required for berthing of ships or vessels. ഇത് required for berthing of ships and vessels ആണ്. To facilitate loading and unloading of passengers and cargo are called wet docks. wet docksലാണ് കാർഗോ എന്തൊക്കെ അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ നടക്കുന്നത് പാസഞ്ചേഴ്സിൻ്റെ. അതുപോലെ ഇത് ഡ്രൈ ഡോക്കിലാണ് ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി വരുന്നത് ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ ഓഫ് ഷോർ സ്ട്രക്ചർ പ്രൊട്ടക്റ്റിംഗ് എ ഹാർബർ. അല്ലേ, നേരത്തെ നമ്മൾ ഫിഗറിൽ കാണിച്ചായിരുന്നു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് പ്രൊട്ടക്റ്റിംഗ് ദി ഹാർബേഴ്സ്. കണ്ടോ,
ബ്രേക്ക് വാട്ടർ ഉണ്ട് അവിടെ. ഈ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാട്ടർ വേവ്സിന് ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടൈപ്സ്, അത് 3 ടൈപ്പ് ഉണ്ട്. റബിൾ, മൗണ്ട് ടൈപ്പ്. റബിൾ പറഞ്ഞാൽ നമ്മളെ കരിങ്കല്ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് വാട്ടർ ഉണ്ട്. ബ്രേക്ക് വാട്ടർ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് റബിൾ മൗണ്ടഡ് ആണ്. റബിൾ മൗണ്ടഡ് ആണ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ റബിൾസ്. നമ്മളെ കരിങ്കല്ല് നമ്മൾ റാൻഡം റബിൾ മാസൻഡറി എന്ന് കേട്ടി. ദീസ് ടൈപ്പ് ബ്രേക്ക് വാട്ടേഴ്സ് ഡിസിപ്പേറ്റ് ദി ഇൻസിഡൻറ്റ് വേവ് എനർജി ബൈ ഫോഴ്സിങ് ദം ടു ബ്രേക്ക് ഓൺ എ സ്ലോപ്പ്. ഇങ്ങനെ ഈ സ്ലോപ്പ് വന്ന് ഈ നമ്മളെ തിരമാല അടിക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സ് കുറയും. അപ്പോൾ അതിൻ്റെ ഡിസിപ്പേറ്റ് ദി ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി ഇവിടെ കളഞ്ഞു പോകും. അത് അപ്പോൾ ഹാർബർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ആൻഡ് ദസ് ഡു നോട്ട് പ്രൊഡ്യൂസ് അപ്രീഷിയബിൾ റിഫ്ലക്ഷൻ. അതുകൊണ്ട് തന്നെ ഹാർബറിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അതാണ് റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ. ദീസ് ആർ ബ്രേക്ക് വാട്ടർ ഡിസിപ്പേറ്റ് ദി ഇൻസിഡൻറ്റ് വേവ് എനർജി ബൈ ഫോഴ്സിങ് ദം ടു ബ്രേക്ക് ഓൺ എ സ്ലോപ്പ് ആൻഡ് ദസ് ഡു നോട്ട് റിഫ്ലക്ഷൻ ഓൺ ദി ഹാർബർ. ഇങ്ങനെ ഈ കർവിൽ ഈ സ്ലോപ്പിൽ വന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു പോകും വേവ്സിൻ്റെ. അതാണ് റബിൾ. ഇനി വെർട്ടിക്കൽ വാൾ ബ്രേക്ക് വാട്ടേഴ്സ് ആണ് മെയ്ഡ് ബൈ കോൺക്രീറ്റ്. ഇത് കോൺക്രീറ്റിനാണ് ഉണ്ടാക്കുന്നത്. എ കേസൺ ഈസ് പ്ലേസ്ഡ് ഓൺ എ റിലേറ്റീവ്ലി തിൻ സ്റ്റോൺ ബെഡിങ്. എ കൈസൺ ഈസ് പ്ലേസ്ഡ് ഓൺ എ റിലേറ്റീവ്ലി തിൻ സ്റ്റോൺ ബെഡിങ്. ഇതിലേക്ക് ഇറക്കി വെക്കും. ഈ തിൻ സ്റ്റോൺ ബേസിനിലേക്ക് സ്റ്റോൺ ബേസിനിലേക്ക് ഈ തിൻ സ്റ്റോർ ബെഡിങ് കേസൺ ഇറക്കി വെക്കും. തിൻ സ്റ്റോർ ഈ ബെഡിലേക്ക് നമ്മുടെ കേസൺ ഇറക്കി വെക്കും. ബ്രേക്ക് വാട്ടേഴ്സ് വിത്ത് വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് കോൺക്രീറ്റ് വാൾസ് കൺവെൻഷണൽ ടൈപ്പ്. ഒരു കോൺക്രീറ്റിൻ്റെ ബെഡിലേക്ക് ഇത് ഇറക്കി വെക്കും. കോൺക്രീറ്റിനില്ല, സ്റ്റോൺ ബെഡിങ്ങിലേക്ക് ഈ കോൺക്രീറ്റിൻ്റെ ഒരു തിൻ ഇത് ഇറക്കി. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈസ് മിനിമം യൂസ് ഓഫ് നാച്ചുറൽ റോക്ക് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുകളിലേക്കുള്ള കേസ് കോൺക്രീറ്റ് ആണ്. വേവ് വാൾസ് ആർ ജനറലി പ്ലേസ്ഡ് ഓൺ ഷോർ കണക്റ്റഡ് കേസൺസ്. അല്ലേ? Wave walls are generally placed on shore connected caisson. Wave walls generally പ്ലേസ് ചെയ്യുന്നത് ഓൺ ഷോറിലാണ്. ഷോറായിട്ട് കണക്ഷനുള്ള സ്ഥലത്താണ് കേസൺ കണക്ട് ചെയ്യുന്നത്. ഇത് സാധാരണ ഉണ്ടാകുക ഈ ഷോറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചുറ്റി വരുന്ന ഷോറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ ഉണ്ടാവുക. ഷോറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഉണ്ടാവുക. ഇവിടെ ബ്രേക്ക് വാട്ടർ ഇവിടെ ഈ ഭാഗത്താണ് ഇങ്ങനത്തെ കോൺക്രീറ്റിൻ്റെ സംഭവങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്തത് വരുന്നതാണ് കോമ്പോസിറ്റ് വെർട്ടിക്കൽ കോമ്പോസിറ്റ് ടൈപ്പ്. അതായത് രണ്ടും കൂടി കൂടെ. The caisson is placed on a high rubble foundation. High rubble foundation. നേരത്തെ വെർട്ടിക്കൽ വാൾ ബ്രേക്ക് വാട്ടറിന് കുറച്ച് റബിൾസ് കരിങ്കല്ല് മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് വെർട്ടിക്കൽ കോമ്പോസിറ്റ് ടൈപ്പിൽ കേസൺ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൈ റബിൾ ഫൗണ്ടേഷനിലാണ് ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ കേസൺ സ്ഥാപിക്കുക. ദിസ് ടൈപ്പ് ഈസ് എക്കണോമിക് ഇൻ ഡീപ്പ് വാട്ടേഴ്സ് ബട്ട് റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ വോളിയം ഓഫ് സ്മോൾ സൈസ്ഡ് റോക്ക് ഫിൽ ഫോർ ഫൗണ്ടേഷൻ. അല്ലേ? ഇങ്ങനത്തെ സ്മോൾ സൈസ്ഡ് റോക്സ് കുറേ വേണം ഇതിനകത്ത്. ദിസ് ടൈപ്പ് ഈസ് എക്കണോമിക് ഇൻ ഡീപ്പ് വാട്ടേഴ്സ്. ഡീപ്പ് വാട്ടറിൽ ഇതാണ് എക്കണോമി. ബട്ട് റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ വോളിയം ഓഫ് സ്മോൾ സൈസ്ഡ് റോക്ക് ഫിൽ ഫോർ ഫൗണ്ടേഷൻ. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുക. അതായത് ആ കേസൺ പോയിട്ട് ഇതിലാ നിൽക്കുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ചെറുത് കൂടുതൽ വേണം. അതാണ് ഇതിൻ്റെ ഒരു എക്കണോമിയാണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ നമ്മൾ 3 പഠിച്ച്. ഒന്ന് നമ്മുടെ റബിൾ
കരിങ്കല്ലിട്ടിട്ടുള്ള റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ പറഞ്ഞാൽ ഈ വേവ്സിൻ്റെ ശക്തി കുറക്കാനുള്ളതാണ്. ഇത് തട്ടിയിട്ട് ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റബിൾ മൗണ്ട് ഉണ്ട് ആദ്യത്തെ. പിന്നെ വെർട്ടിക്കൽ വാൾ ബ്രേക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന് രണ്ടും കൂടിയിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് ഒരു കോൺക്രീറ്റ് കേസിന് ഇറക്കി വെക്കുന്നത് തന്നെയാണിത്. പക്ഷേങ്കിൽ കുറച്ച് കല്ലേ യൂസ് ചെയ്യുള്ളൂ താഴെ പിന്നെ ബൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റബിൾസ് യൂസ് ചെയ്യും. That's all about today's presentation. ഒരു പ്രാവശ്യം കൂടിയും പറയാം. ഇന്ന് ബ്രേക്ക് വാട്ടർ പറഞ്ഞാൽ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ വെറ്റ് ഡോക്ക്, ഡ്രൈ ഡോക്ക്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ഡോക്ക്, അതുപോലെ ഡ്രൈ ഡോക്കും ഡിസ്കസ് ചെയ്യും. ഡ്രൈ ഡോക്ക് ആണെങ്കിൽ റിപ്പയർസിന്, ഫ്ലോട്ടിംഗ് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഡോക്ക് or floating jetty is a platform supported by pontoons. Pontoons only supporting it is usually joined to shore. The pier is usually held in place by vertical poles referred to as pilings, which are embedded in the sea floor or by anchored cables. Floating docks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് ഈ പൈല് പിടിച്ച് കെട്ടിയൊക്കെയാണ് ഈ ഫ്ലോട്ടിംഗ് ഡോക്സ്. കണ്ട അവിടെ പിടിച്ച് കയറി, അങ്ങനെയാണ് ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഇനി വരുന്നത് വെറ്റ് ഡോക്സ് ആണ്. വെറ്റ് ഡോക്സ് നമ്മൾ കാർഗോ പാസഞ്ചേഴ്സിനെ കയറ്റാനുള്ളതാണ്. നമ്മൾ ബ്രേക്ക് വാട്ടറിൽ തന്നെ 3 ഉണ്ട്. ബ്രേക്ക് വാട്ടറിൽ റബിളുണ്ട്, പിന്നെ വെർട്ടിക്കൽ വാൾ ബ്രേക്ക് വാട്ടർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പോസിറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു.